ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ ആയില്ലേ, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ടാട്ടോ വിഷു ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വിഷുക്കണി ഒരുക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണ് ഉരുളിയിൽ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കുന്നത് കേട്ടോ. വിഷുക്കണി ഒരുക്കുന്നത് അമ്മയാണ് കേട്ടോ. വിഷുവിൻ്റെ തലേന്ന് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലായിട്ടാണ് കൂടിയത്, വിഷു ആഘോഷിച്ചത് തറവാട്ടിലായിരുന്നേ നമ്മൾ. അപ്പോൾ അന്ന് രാത്രി ഇങ്ങോട്ട് വന്നതാട്ടോ, വെന്നീരിലോട്ട് വന്നാണ്. അപ്പോൾ അതാ അമ്മ ഫ്രൂട്ട്സ് എല്ലാം ഉരുളിയിലോട്ട് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ഫ്രൂട്ട്സും വെച്ചതിൻ്റെ ശേഷം അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആ ഉണ്ണിയപ്പം കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് വിഷുവിൻ്റെ അന്ന് രാത്രിയായിട്ടും വിഷുവിൻ്റെ തലേന്ന് രാത്രിയായിട്ടും നമ്മൾ ഉരുളിയിൽ കണി വെക്കാനുള്ളതെല്ലാം ഒരുക്കി വെക്കുന്നത്. പിന്നെ പുലർച്ചയ്ക്ക് നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ കണി കാണുക കേട്ടോ ചെയ്യാം. അപ്പോൾ അതാ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് കണിക്കൊന്നയും കൂടി വെച്ചെടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മൾ പുലർച്ചെ ആയ സമയത്ത് അമ്മ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് വന്ന് എണീറ്റ് തൊഴുതു കേട്ടോ. എന്താ ഉണ്ണിയപ്പൊക്കെ അമ്മ ഒരുപാട് ചുട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാട്ടോ ഏട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടിക്കുകയാണ്. ഇനി വിഷുവിന് എല്ലാം കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിയൽ, പച്ചടി, മത്തനും പയറും, അതുപോലെ തന്നെ കാബേജിൻ്റെ ഉപ്പേരി, പപ്പടം, രസം, സാമ്പാർ, അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി കഴിക്കാനായിട്ട് പോവാട്ടോ. എല്ലാ വിഭവങ്ങളും നമ്മൾ ഇലയിലോട്ട് വിളമ്പി കഴിക്കാനായിട്ട് പോവുകയാണ്. അമ്മ എല്ലാവർക്കും വിളമ്പി തരും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.